ഗസയിലെ യുദ്ധം ലെബനാനിലേക്ക് പടരുമോ എന്ന ആശങ്ക ചെറുതല്ല. മേഖലയിൽ പുകയുന്ന സംഘർഷാവസ്ഥ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഹിസ്ബുള്ളയ്ക്കൊപ്പം ചേരാൻ ഒരുങ്ങി നിൽക്കുകയാണ് ആയിരങ്ങൾ. ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ സേന, അഫ്ഗാനിസ്ഥാനിലെ ഫാത്തിമിയൂൻ, പാകിസ്ഥാനിലെ സൈനബിയൂൻ, യമനിലെ ഹൂത്തികൾ തുടങ്ങിയ സംഘടനകളിൽ നിന്നുള്ളവരാണ് ഹിസ്ബുള്ളയുടെ പോരാട്ടത്തിൽ പങ്കുചേരുക. വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിട്ട ഈ റിപ്പോർട്ട് ആശങ്ക ഉയർത്തുന്നതാണ്. നിലവിൽ ലെബനാൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇറാൻ പിന്തുണയോടെ സിറിയയിൽ പ്രസിഡന്റ് ബഷാറുൽ അസദിന് വേണ്ടി കഴിഞ്ഞ 13 വർഷമായി പോരാടുന്നത്. ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് പോരാളികളെ അയക്കാമെന്ന് ഇറാൻ, ഇറാഖ്, സിറിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘടനാ നേതാക്കൾ അറിയിച്ചതായി ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള പറഞ്ഞിരുന്നു. ഹിസ്ബുള്ളയ്ക്ക് 1 ലക്ഷത്തിലേറെ പോരാളികളാണ് യുദ്ധമുഖത്തുള്ളത്. യുദ്ധം പൂർണ്ണ തലത്തിലേക്ക് എത്തുന്നതോടെ കൂടുതൽ സൈനികർ ചേരുമെന്നാണ് ഹസൻ നസ്രുള്ള നൽകുന്ന സൂചന. അടുത്ത ലക്ഷ്യം ലെബനാനാണെന്ന സൂചന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നൽകിക്കഴിഞ്ഞു. ഗസയിൽ നിന്ന് സൈനികരെ പിൻവലിച്ച് ഹിസ്ബുള്ളയെ നേരിടാൻ സജ്ജമാക്കുകയാണ് നെതന്യാഹു. ചില സേനകളെ വടക്കു ഭാഗത്തേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളുടെ പ്രതിരോധത്തിനു വേണ്ടി അത് ചെയ്യേണ്ടിയിരിക്കുന്നു. 10,000 കുടിയിറക്കപ്പെട്ട ഇസ്രായേലികളെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുമെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. ഒക്ടോബർ 7 ആരംഭിച്ച ഗസ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇസ്രായേലിനെതിരായ ആക്രമണം തുടങ്ങിയത്. പല ഘട്ടങ്ങളിലും ഇരു സൈന്യവും തമ്മിൽ തീവ്രമായ ഏറ്റുമുട്ടലുകൾ നടന്നു. തെക്കൻ ലെബനാനിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സംഘർഷാവസ്ഥ രൂക്ഷമായത്. ഹിസ്ബുള്ളയുമായി തർക്കം അവസാനിച്ചില്ലെങ്കിൽ ലെബനാനിൽ സൈനിക ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹമാസിനേക്കാൾ ശക്തമാണ് ഹിസ്ബുള്ള. ഒരു പുതിയ യുദ്ധമുന്നണി തുറക്കുന്നത് ഇറാനും മറ്റ് ഇറാനിയൻ അനുകൂല സേനകളും ഉൾപ്പെട്ട വ്യാപകമായ യുദ്ധത്തിന്റെ അപകട സാധ്യത ഉയർത്തുമെന്നും ഇത് അതിർത്തിയുടെ ഇരുവശത്തും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നുമാണ് വിലയിരുത്തലുകൾ. വൈറ്റ് ഹൗസ് വക്താവ് അമോസ് ഹോസ്റ്റീൻ കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിലെയും ലെബനാനിലെയും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും ഇതെല്ലാം മറികടന്ന് പോരാട്ടം തുടരുകയാണ്. ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നതുവരെ ഇസ്രായേലുമായുള്ള പോരാട്ടം തുടരുമെന്ന നിലപാടിലാണ് ഹിസ്ബുള്ള. കടുത്തതല്ലാത്ത പോരാട്ടത്തിന് ഹിസ്ബുള്ള ഇതിനകം തന്നെ പുതിയ ആയുധങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. പ്രതിരോധിക്കാൻ പ്രയാസമുള്ള ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് മുന്നറിയിപ്പുകൾ ഇല്ലാതെയാണ് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം. ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികന് കഴിഞ്ഞ ദിവസം ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തെക്ക് ഹമാസും വടക്ക് ഹിസ്ബുള്ളയും. ഇനിയും ഘോരമായ യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷിയാകേണ്ടി വരുമോ എന്ന ഭീതിയാണ് ഉയരുന്നത്.